ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രാർത്ഥനയിൽ മൽപ്പിടുത്തം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. റോമർ 15-30 വാക്യം. എന്നാൽ സഹോദരന്മാരെ, യഹൂദയിലെ വിശ്വാസികളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടതിനും യെരുശലേമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരേണ്ടതിനും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ പരിശ്രമിക്കുക. കർത്താവിനോട് ആത്മാർത്ഥമായി തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക. പൗലോസ് അപ്പോസ്തലൻ സ്വന്തം ജീവിതത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ പറയുന്നു, എൻ്റെ പോരാട്ടത്തിൽ പ്രാർത്ഥനയിൽ എന്നോടൊപ്പം ചേരുക. അതെ, സ്വർഗരാജ്യം അക്രമം സഹിക്കുന്നു, അക്രമികൾ അത് ബലപ്രയോഗത്തിലൂടെ ഏറ്റെടുക്കുന്നു. വിശുദ്ധ ജീവിതത്തിനും പ്രാർത്ഥനാപൂർവമായ നടത്തത്തിനും ദൈവത്തിന്റെ പൂർണ്ണത സ്വീകരിക്കുന്നതിനും അശുദ്ധാത്മാക്കൾക്കെതിരെ പോരാടുന്നതിനും വാഗ്ദത്തങ്ങൾ അവകാശമാക്കുന്നതിനും കർത്താവിന്റെ പാതയിലൂടെ വിജയത്തിൽ മുന്നേറുന്നതിനും വേണ്ടി നാം പ്രാർത്ഥനയിൽ മൽപ്പിടുത്തം നടത്തണം. കണ്ണീരോടുള്ള പ്രാർത്ഥനകളുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി യാചിക്കുന്നതിനുള്ള മധ്യസ്ഥ പ്രാർത്ഥനകളുമുണ്ട്. നന്ദിയുടെ പ്രാർത്ഥനകളുണ്ട്. എന്നാൽ ഇവയോടൊപ്പം പ്രാർത്ഥനയിൽ ഒരു മൽപ്പിടുത്തം കൂടി ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള ഒരു ആത്മീയ പോരാട്ടം. അത്തരം പോരാട്ടത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് യാക്കോബ്. അവൻ ദൈവവുമായി മല്ലുപിടിച്ചു. തന്നെക്കാൾ ശക്തനായ ഒരുവനുമായി അവൻ പോരാടി. അവൻ കർത്താവുമായി മുഖാമുഖം വന്നു. അവൻ വിട്ടുകൊടുത്തില്ല. ഈ പോരാട്ട പ്രാർത്ഥനയുടെ ഫലമായി യാക്കോബിനൊരു പുതിയ പേര് ലഭിച്ചു, ഇസ്രായേൽ. അതായത് ദൈവത്തോടും മനുഷ്യനോടും പോരാടി ജയിച്ചവൻ. പ്രവാചകനായ ഹോശേ യാക്കോബിനെ കുറിച്ച് എഴുതുന്നു, അവൻ ഗർഭത്തിൽ തന്റെ സഹോദരന്റെ കുതികാൽ പിടിച്ചു. തന്റെ ശക്തിയിൽ അവൻ ദൈവവുമായി മല്ലുപിടിച്ചു. അതെ, അവൻ ദൂതനുമായി പോരാടി ജയിച്ചു. അവൻ കരഞ്ഞു, അവന്റെ അനുഗ്രഹം നേടി. അവൻ ബെഥേലിൽ അവനെ കണ്ടെത്തി. അവിടെ അവൻ നമ്മോട് സംസാരിച്ചു. ഇത് ഹോശേയ 12-3-4 വാക്യങ്ങളിൽ കാണപ്പെടുന്നു. പ്രാർത്ഥനയിൽ പോരാട്ടം നടത്തുക എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാത്തതുകൊണ്ട് മാത്രം പല ക്രിസ്ത്യാനികൾക്കും കർത്താവിൻ്റെ അനുഗ്രഹങ്ങളും ശക്തിയും ലഭിക്കുന്നില്ല. ക്രിസ്തുവിൽ തങ്ങളുടേതെന്ന് അവകാശപ്പെടാൻ അവർ ദത്തെടുക്കലിൻ്റെ ആത്മാവിനെ പുത്രന്മാരുടെയും പുത്രിമാരുടെയും ധൈര്യം പ്രയോഗിക്കുന്നില്ല. ദൈവം നമ്മുടെ പിതാവായതിനാലും നാം അവൻ്റെ സ്വന്തം മക്കളായതിനാലും ധൈര്യത്തോടെ ചോദിക്കാൻ നമുക്ക് അവകാശമുണ്ട്. ഞങ്ങളുടെ അന്നന്നത്തെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് നാം പറയുന്നു. ഭീതിയോടെയല്ല, മറിച്ച് ഞങ്ങളുടെ പിതാവിൽ ആശ്രയിക്കുന്ന മക്കളെ പോലെ. പ്രിയ ദൈവമക്കളെ, ഇത്ര ധീരമായ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ നാം ഭയപ്പെടരുത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 2 തീമോഥെയോസ് 1-7 വാക്യം. ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്ര ദൈവം നമുക്ക് തന്നത്. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 94, 95, 96 അധ്യായങ്ങൾ. വൈകുന്നേരം റോമർ 15-14 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ. വാക്യങ്ങൾ